പനാമ കനാൽ എന്ന് കേൾക്കാത്തവർ ആരുമുണ്ടാകില്ല. പനാമ എന്നൊരു രാജ്യമുണ്ടെന്നും അവിടെ പനാമ സിറ്റി എന്നൊരു നഗരമുണ്ടെന്നും കേൾക്കുമ്പോൾ അവികസിതമായ ഒരു നാടെന്ന ചിന്തയാവും മനസ്സിലുണരുക. എന്നാൽ പനാമ സിറ്റിയിൽ വന്നിറങ്ങുമ്പോൾ ഈ നഗരത്തെപ്പറ്റി നിങ്ങൾക്കുണ്ടായിരുന്ന ധാരണകളെല്ലാം തകിടം മറിയും. ലോസ് ആഞ്ചലസ്, മയാമി പോലെയുള്ള US നഗരങ്ങളോട് താരതമ്യം ചെയ്യാൻ കഴിയും വിധമാണ് പനാമ സിറ്റിയുടെ ഡൗൺ ടൗൺ ഏരിയ. റോഡുകൾ, പാലങ്ങൾ, പാർക്കുകൾ എന്നിവയ്ക്കെല്ലാമുണ്ട് ഒരു അന്താരാഷ്ട്ര നിലവാരം. പനാമ സിറ്റി ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായി മാറുന്നതും ഈ കാരണങ്ങൾ കൊണ്ടാണ്. പനാമ സിറ്റിയുടെ വ്യത്യസ്ത കാഴ്ചകൾ തേടിയാണ് ഇന്നത്തെ നമ്മുടെ സഞ്ചാരം. ഈ ടൂറിൽ നാം സന്ദർശിക്കുന്നത് പനാമ സിറ്റിയിലെ പ്രധാനപ്പെട്ട 10 ഡെസ്റ്റിനേഷനുകളാണ്. പനാമ കനാലാണ് ആദ്യം. തുടർന്ന് കാസ്കോ വിയേഹോ, പിന്നെ സിൻഡ കോസ്റ്ററ, അടുത്തത് പനാമ വിയേഹോ. അവിടെ നിന്നും ടബോഗ ഐലൻഡിലേക്ക്, പിന്നെ അവനീത സെൻട്രൽ, തുടർന്ന് ബ്രിഡ്ജ് ഓഫ് ദ അമേരിക്കാസ്, പിന്നെ ഫിയർട്ടെ അമദോർ റിസോർട്ട് ആൻഡ് മറീന, അടുത്തത് ബയോ മ്യൂസിയം, അവസാനമായി അൽബ്രൂക്ക് മാൾ. പനാമ എന്നാൽ ലോകത്തിന് പനാമ കനാലാണ്. അതുകൊണ്ട് നമുക്ക് ഈ യാത്ര പനാമ കനാലിൽ നിന്നു തന്നെ ആരംഭിക്കാം. പനാമ കനാൽ കാണുക എന്ന ഒറ്റ ലക്ഷ്യത്തോടെയാണ് ഭൂരിഭാഗം വിദേശ ടൂറിസ്റ്റുകളും ഈ രാജ്യം സന്ദർശിക്കുന്നത്. കനാലിലൂടെ ഒന്ന് യാത്ര ചെയ്യണം. സാങ്കേതിക വിദ്യകളും ലോക്കുകളുടെ പ്രവർത്തനവും മറ്റും നേരിട്ട് കണ്ടറിയണം. ഇതൊക്കെ ആയിരിക്കും ആഗ്രഹങ്ങൾ. എന്നാൽ കനാലിലൂടെയുള്ള യാത്ര തരപ്പെടുത്തൽ അത്ര എളുപ്പമല്ല. തിരക്കേറിയ വാണിജ്യ പാതയായതിനാൽ ഇവിടെ ടൂറിസ്റ്റുകൾക്ക് നിയന്ത്രണങ്ങളുണ്ട്. മാസത്തിൽ വളരെ കുറച്ച് ദിവസങ്ങളിൽ മാത്രമേ ടൂറിസ്റ്റ് ബോട്ടുകൾ കനാലിലൂടെ കടത്തിവിടൂ. വലിയ തുക ടോൾ കൊടുക്കേണ്ടതുള്ളതിനാൽ ടിക്കറ്റ് നിരക്കുകളും വളരെ ഉയർന്നതാണ്. 6 മണിക്കൂർ നീളുന്ന യാത്രയ്ക്ക് ശരാശരി 15,000 രൂപയോളം വേണ്ടിവരും. പക്ഷേ ഈ എഞ്ചിനീയറിംഗ് വിസ്മയം കണ്ടു കഴിയുമ്പോൾ ഒരിക്കലും അതൊരു നഷ്ടമായി നിങ്ങൾക്ക് തോന്നുകയില്ല. ലോക്കുകളുടെ പ്രവർത്തനം തന്നെയാണ് പനാമ കനാലിലെ പ്രധാന കാഴ്ച. അതിസങ്കീർണമായ യന്ത്ര സംവിധാനങ്ങളുടെ സഹായത്തോടെ ജലയാനങ്ങളെ ഉയർത്തുകയും താഴ്ത്തുകയും ചെയ്യുന്ന പ്രക്രിയ ഏതൊരാൾക്കും അത്ഭുതത്തോടെയല്ലാതെ കണ്ടു നിൽക്കാനാവില്ല. ഇന്നത്തെ പോലെ സാങ്കേതിക വളർച്ച നേടിയിട്ടില്ലാത്ത കാലത്ത് ദുർഘടമായ ട്രോപ്പിക്കൽ ഭൂപ്രകൃതിയിൽ കനാൽ നിർമ്മിച്ചതിനെപ്പറ്റി ചിന്തിക്കുമ്പോൾ മനുഷ്യന്റെ നിശ്ചയദാർഢ്യത്തെയും ബുദ്ധിവൈഭവത്തെയും നാം മനസ്സുകൊണ്ട് നമിച്ചു പോകും. ദൂരെ നിന്ന് മാത്രം കണ്ടിട്ടുള്ള പടുകൂറ്റൻ ചരക്ക് കപ്പലുകളെ അതിന്റെ യഥാർത്ഥ രൂപത്തിൽ അടുത്ത് കാണാനും പനാമ കനാൽ ടൂർ ഒരവസരമാണ്. ഇനി പനാമ സിറ്റിയുടെ ചില ചരിത്ര കാഴ്ചകളിലേക്കാകാം യാത്ര. കാസ്കോ വിയേഹോ എന്ന ഓൾഡ് ടൗൺ ആണ് അതിൽ മുഖ്യം. നഗരം പുറമേക്ക് വികസിച്ചതിനാൽ ഏറെക്കാലം ജീർണാവസ്ഥയിൽ കിടന്നിരുന്ന പ്രദേശമാണിത്. കെട്ടിടങ്ങളെല്ലാം പ്ലാസ്റ്റർ പൊളിഞ്ഞ് ഇഷ്ടിക തെളിഞ്ഞ രൂപത്തിലായിരുന്നു അന്ന്. ഒടുവിൽ 1990കളിലാണ് ചരിത്രം സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായും ടൂറിസ്റ്റ് സാധ്യതകൾ മുന്നിൽ കണ്ടും ഓൾഡ് ടൗണിനെ പുനരുദ്ധരിച്ചത്.
സ്പാനിഷ് കൊളോണിയൽ കാലത്ത് എങ്ങനെയായിരുന്നോ ഏതാണ്ട് അതേ ഭാവങ്ങളോടെ ഓൾഡ് സിറ്റിയുടെ പ്രധാന ഭാഗങ്ങൾ പുനഃസൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. വിദേശികളായ നിക്ഷേപകർ കാസ്കോ വിയേഹോയിൽ കെട്ടിടങ്ങൾ വാങ്ങി അവ ഹോം സ്റ്റേകളും ഹോട്ടലുകളും റെസ്റ്റോറന്റുകളുമാക്കി മാറ്റിയിരിക്കുകയാണ്. ഒരു വീടിന് സമാനമായ സൗകര്യങ്ങളാണ് ഹോട്ടലുകളിൽ. മുറികൾ വളരെ കുറവാണ്. പക്ഷേ തനത് സ്പാനിഷ് പാരമ്പര്യം ഇവിടെ നിങ്ങൾക്ക് ആസ്വദിക്കാനാകും. ലാറ്റിൻ അമേരിക്കൻ രുചികൾ വിളമ്പുന്ന റെസ്റ്റോറന്റുകളിൽ പല പുതിയ വിഭവങ്ങളും പരീക്ഷിക്കാം. നഗരത്തിന്റെ സാംസ്കാരിക തനിമ നിലനിർത്തിക്കൊണ്ടാണ് കാസ്കോ വിയേഹോയിൽ വിനോദസഞ്ചാര പദ്ധതികൾ വികസിപ്പിക്കുന്നത്. പനാമ കനാൽ നിർമ്മാണത്തിൽ ഫ്രഞ്ചുകാരുടെ സംഭാവനകൾ ഓർമ്മിപ്പിക്കുന്ന സ്മാരകം, കനാൽ നിർമ്മാണത്തിന്റെ വിശദാംശങ്ങൾ പങ്കുവെക്കുന്ന മ്യൂസിയം, 17-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച ദേവാലയങ്ങൾ, സാമൂഹിക കേന്ദ്രങ്ങൾ എന്നിവയൊക്കെയാണ് കാസ്കോ വിയേഹോയിൽ സന്ദർശിക്കേണ്ട പ്രധാന ഡെസ്റ്റിനേഷനുകൾ. ഇനി പനാമ നഗരത്തിന്റെ സാമ്പത്തിക സാമൂഹിക വളർച്ചയുടെ നേർക്കാഴ്ചയായ ഒരു ഡെസ്റ്റിനേഷനിലേക്ക് പോകാം. സിന്റ കോസ്റ്ററ. പസഫിക് സമുദ്രത്തിന്റെ തീരത്തുള്ള മനോഹരമായ ഒരു പ്രൊമനേഡ്. ഒരു പബ്ലിക് പാർക്കിലെ സൗകര്യങ്ങളെല്ലാം സിന്റ കോസ്റ്ററയിൽ ഒരുക്കിയിട്ടുണ്ട്. അതോടൊപ്പം ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായും വികസിപ്പിച്ചിരിക്കുന്നു. കാഴ്ചകൾ കണ്ട് പ്രൊമനേഡിലൂടെ നടക്കുകയെന്നത് വളരെ രസകരമായ അനുഭവമാണ്. ഫോട്ടോഗ്രാഫിക്ക് യോജിക്കുന്ന ഭംഗിയുള്ള ലാൻഡ്സ്കേപ്പിംഗ്, മോഡേൺ ഇൻസ്റ്റലേഷനുകൾ, പുൽത്തകിടികൾ, വൃക്ഷങ്ങൾ, പൂന്തോപ്പുകൾ എന്നിവയൊക്കെ ചേർന്ന് അതിമനോഹരമായ ഫ്രെയിമുകൾ സൃഷ്ടിക്കുന്നു. പ്രൊമനേഡിൽ ചിലയിടങ്ങളിൽ എലിവേറ്റഡ് വോക്ക്വേകളുണ്ട്. ഈ വോക്ക്വേകളിലൂടെ നടക്കുമ്പോൾ ഡൗൺ ടൗൺ മേഖലയുടെയും പസഫിക് സമുദ്രത്തിന്റെയും അതിഗംഭീര കാഴ്ചകൾ കൺമുന്നിലേക്ക് വരും. നഗരവാസികൾ പതിവായി സമയം ചിലവിടാൻ ഒത്തുകൂടുന്ന ഇടമാണിത്. വ്യായാമത്തിനും അനുയോജ്യം. ടെന്നീസ് പോലെയുള്ള കായിക വിനോദങ്ങളിൽ ഏർപ്പെടാൻ നിരവധി കോർട്ടുകളും ഇവിടെയുണ്ട്. വിശേഷ ദിവസങ്ങളിലാണ് സിന്റ കോസ്റ്ററ സന്ദർശിക്കുന്നതെങ്കിൽ വർണ്ണാഭമായ ആഘോഷ പരിപാടികളിലും പങ്കെടുക്കാം. ഇനി പോകേണ്ടത് മറ്റൊരു ചരിത്ര കേന്ദ്രത്തിലേക്കാണ്. പനാമ സിറ്റി ആദ്യം സ്ഥാപിക്കപ്പെട്ട ഇടം, പനാമ വിയേഹോ. നഗരപ്രാന്തത്തിൽ തീരത്തോട് ചേർന്നാണ് ഈ സ്ഥാനം. 1519 ആദ്യത്തെ സ്പാനിഷ് സെറ്റിൽമെന്റ് പനാമ വിയേഹോയിൽ സ്ഥാപിച്ചത്. 1671 ഹെൻറി മോർഗൻ എന്ന ഇംഗ്ലീഷ് കടൽ കൊള്ളക്കാരൻ സെറ്റിൽമെന്റ് കൊള്ളയടിക്കുകയും നശിപ്പിക്കുകയും ചെയ്തു. പിന്നീടാണ് സുരക്ഷ ഉറപ്പാക്കാനായി കാസ്കോ വിയേഹോയിലേക്ക് നഗരം മാറ്റിയത്. ഈ പ്രദേശത്ത് സ്ഥിരതാമസമാക്കാൻ സ്പെയിൻകാർക്ക് പദ്ധതി ഉണ്ടായിരുന്നില്ല. പെറു അടക്കമുള്ള മേഖലകളിൽ പര്യവേക്ഷണം നടത്തുകയായിരുന്നു സെറ്റിൽമെന്റിന്റെ ലക്ഷ്യം. പെറുവിൽ നിന്ന് ലഭിച്ച സമ്പത്ത് ഇവിടെ സൂക്ഷിക്കുകയും യൂറോപ്പിലേക്ക് കയറ്റി അയക്കുകയും ചെയ്തു പോന്നു. കടൽക്കൊള്ളക്കാരുടെ ആക്രമണത്തിൽ തകർന്ന ശേഷം പനാമ വിയേഹോ പൂർണ്ണമായും ഉപേക്ഷിച്ചതിനാൽ കാലം പിന്നിട്ടപ്പോൾ നിർമ്മിതികളെല്ലാം നശിച്ചുപോയി. ഇന്ന് ചില കെട്ടിടഭാഗങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത്. ചരിത്ര പ്രാധാന്യം കണക്കിലെടുത്ത് ഈ പ്രദേശം അതീവ ശ്രദ്ധയോടെ സംരക്ഷിക്കുന്നുണ്ട്. ലോക പൈതൃക സ്ഥാന പട്ടികയിലും പനാമ വിയേഹോ ഇടം നേടിയിരിക്കുന്നു. പനാമ മേഖലയുടെ തനത് ഭൂപ്രകൃതി ദൃശ്യമാകുന്ന ഒരു ദ്വീപാണ് അടുത്ത ലക്ഷ്യം, ടബോഗ ഐലൻഡ്. പനാമ സിറ്റിയിൽ നിന്നും 20 കിലോമീറ്ററോളം പസഫിക്കിലൂടെ സഞ്ചരിച്ച് ഈ അഗ്നിപർവ്വത ജന്യ ദ്വീപിലെത്താം.
ട്രോപ്പിക്കൽ സമുദ്രമേഖലയിലൂടെയുള്ള കറ്റമരൻ യാത്രയാണ് ടബോഗോ ട്രിപ്പിലെ ഒരാകർഷണം. ഉയർന്ന വേഗതയിൽ ജലപ്പരപ്പിലൂടെ സമുദ്ര കാഴ്ചകൾ കണ്ടുകൊണ്ടുള്ള സഞ്ചാരം അതീവ രസകരം തന്നെ. ടബോഗയിൽ നിങ്ങളെ വരവേൽക്കുക ഒരു സാധാരണ ലാറ്റിൻ അമേരിക്കൻ ഗ്രാമത്തിന്റെ അന്തരീക്ഷമാണ്. ടൂറിസത്തിനു വേണ്ടി ആകെയൊന്ന് സൗന്ദര്യവൽക്കരിച്ചിട്ടുണ്ടെന്നതാണ് മാറ്റം. ഹോട്ടലുകളും റെസ്റ്റോറന്റുകളും എല്ലാം നിർമ്മിച്ചിരിക്കുന്നത് പരമ്പരാഗത രൂപത്തിലാണ്. എങ്കിലും ആധുനികമായ സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ദ്വീപിലെ ഇടുങ്ങിയ പാതകളിലൂടെ സഞ്ചരിച്ച് പല ഡെസ്റ്റിനേഷനുകളിലേക്കും എത്താനാകും. ചുറ്റുമുള്ള മനോഹരമായ ബീച്ചുകളാണ് അതിലൊന്ന്. ചുറ്റുവട്ട കാഴ്ചകൾ കാണാൻ കുന്നിൻ മുകളിൽ നിരവധി വ്യൂ പോയിന്റുകളുണ്ട്. നാട്ടുവഴികളിലൂടെ ഇവിടേക്ക് ഹൈക്ക് ചെയ്യാം. ഒരു കാലത്ത് കടൽക്കൊള്ളക്കാർ തമ്പടിച്ചിരുന്ന ഇടമാണെന്നതാണ് ടബോഗ ദ്വീപിന്റെ ചരിത്രപരമായ സവിശേഷത. ഹോളിവുഡ് സിനിമകളിൽ കാണുന്നത് പോലുള്ള കടൽക്കൊള്ളക്കാരുടെ ആക്രമണങ്ങളും ആഘോഷങ്ങളും ഒത്തുചേരലുമെല്ലാം ഈ ദ്വീപിൽ നടക്കാറുണ്ടായിരുന്നു. പനാമ കനാൽ നിർമ്മാണ കാലത്ത് മലമ്പനി ബാധിച്ച് അവശനിലയിലായ ആളുകളെ ഉപേക്ഷിച്ചിരുന്ന മോറോ ദ്വീപും ടബാഗോയോട് ചേർന്നാണ്. ഒരു തിട്ട കടന്നാൽ അവിടേക്കും എത്താനാകും. സ്ലൊവേനിയ, മോണ്ടിനീഗ്രോ, സെർബിയ, പനാമ. സഞ്ചാരം വോളിയം നമ്പർ 13. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 9995 444 222 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഇതുവരെ നാം കണ്ടത് പനാമ സിറ്റിയുടെ സമ്പന്നതയുടെയും ആധുനികതയുടെയും മുഖമായിരുന്നെങ്കിൽ ഇതല്ലാതെ മറ്റൊരു മുഖം കൂടിയുണ്ട് നഗരത്തിന്. തികച്ചും സാധാരണക്കാരായ ജനങ്ങൾ ജീവിക്കുന്ന മറ്റ് ലാറ്റിൻ അമേരിക്കൻ നഗരങ്ങളിൽ കാണും പോലെ തന്നെയുള്ള അവികസിതമായൊരു ലോകം. പനാമ സിറ്റിയിലെ അവനീത സെൻട്രൽ എന്ന ഷോപ്പിംഗ് ഏരിയയിലൂടെ കുറച്ചു ദൂരം നടന്നാൽ ആ ലോകത്തെ വ്യത്യസ്തമായ ചില കാഴ്ചകൾ കാണാം. ഇന്ത്യയിലെ നഗരങ്ങളിൽ കാണുന്ന ചന്തകളുടെ അതേ രൂപഭാവങ്ങളോടുകൂടിയ മാർക്കറ്റ്. ടൈൽ വിരിച്ചും കെട്ടിടങ്ങൾ ആധുനികവൽക്കരിച്ചും മാർക്കറ്റിന്റെ സൗന്ദര്യം അല്പം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. വളരെ സാവധാനത്തിലാണ് ഇവിടേക്ക് വികസനം കടന്നുവരുന്നത്. പാതയുടെ വശങ്ങളിൽ കെട്ടിടങ്ങളിൽ പ്രവർത്തിക്കുന്ന കടകൾ കാണാം. എന്നാൽ ഈ കടകൾക്ക് മുന്നിലും വഴിയോര കച്ചവടക്കാരുണ്ട്. കൂടാതെ ഒഴിഞ്ഞ സ്ഥലങ്ങളിൽ താൽക്കാലിക സ്റ്റോളുകളും. ഉത്തരേന്ത്യക്കാരായ കച്ചവടക്കാരെയും കാണാം ഈ മാർക്കറ്റിൽ. ഏതോ കാലത്ത് കുടിയേറി വന്നവരുടെ പിൻതലമുറക്കാരാണ് അവർ. വെളുത്ത വർഗക്കാരെ വളരെ അപൂർവമായി മാത്രമേ അവനീത സെൻട്രലിൽ കാണാനാകൂ. ഭൂമിശാസ്ത്രപരമായി നോർത്ത് അമേരിക്കൻ, സൗത്ത് അമേരിക്കൻ ഭൂഖണ്ഡങ്ങളെ വേർതിരിക്കുന്ന അതിരായാണ് പനാമ കനാലിനെ കണക്കാക്കുന്നത്. നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷനായ ബ്രിഡ്ജ് ഓഫ് അമേരിക്കാസ് പനാമ കനാലിന് കുറുകെയുള്ള പാലമാണ്. ആർക്കിടെക്ചർ മികവുകൊണ്ടും രണ്ട് ഭൂഖണ്ഡങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന നിർമ്മിതി എന്ന നിലയിലും ഈ പാലം ഒരു പ്രധാന ഡെസ്റ്റിനേഷനായി മാറിയിരിക്കുന്നു. സവിശേഷമായ ആർച്ച് സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിട്ടുള്ള പാലം ഉയർന്ന ലോഡ് താങ്ങാൻ കഴിയും വിധമാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. പാൻ അമേരിക്കൻ ഹൈവേയുടെ ഭാഗമായതിനാൽ വലിയ തോതിൽ ചരക്കു നീക്കം പാതയിലൂടെ നടക്കുന്നുണ്ട്. 4 വരി ട്രാഫിക്കുള്ള പാലത്തിലൂടെ വാഹനത്തിൽ സഞ്ചരിക്കുന്നത് രസകരമായ അനുഭവമാണ്. കരയിൽ പലയിടങ്ങളിലായുള്ള വ്യൂ പോയിന്റുകളിൽ നിന്നുകൊണ്ടും പാലത്തിന്റെ കാഴ്ചകൾ കാണാം. സൂര്യോദയ വേളയിലും അസ്തമയ ഘട്ടത്തിലുമാണ് ദൃശ്യങ്ങൾ ഏറ്റവും ഗംഭീരമാവുക. ഇനി പസഫിക് തീരത്തെ ഒരു മറീന സന്ദർശിക്കാം. ഫിയർട്ടെ അമദോർ റിസോർട്ട് ആൻഡ് മറീന. തീരവും കനാലും കേന്ദ്രീകരിച്ചാണ് പനാമ സിറ്റിയിലെ ടൂറിസം ആക്ടിവിറ്റികൾ ഒരുക്കിയിട്ടുള്ളത്. യോട്ടുകൾക്ക് ഇതിൽ മുഖ്യ സ്ഥാനമാണുള്ളത്. സമ്പന്നരായ വിദേശികൾ സന്ദർശിക്കുന്ന കോസ്റ്റൽ ഡെസ്റ്റിനേഷൻ എന്ന നിലയിൽ പനാമ സിറ്റിയിലേക്ക് പലയിടങ്ങളിൽ നിന്നും യോട്ടുകൾ എത്തുന്നുണ്ട്.
അത്തരം യോട്ടുകൾക്ക് വേണ്ടിയുള്ള സൗകര്യങ്ങളാണ് ഫ്യൂർട്ടെ അമദോർ മറീനയിൽ ഒരുക്കിയിരിക്കുന്നത്. ഇവിടെ പണം കൊടുത്ത് യോട്ടുകൾ നിർത്തിയിടുകയും ആവശ്യമായ അറ്റകുറ്റപ്പണികൾ നടത്തുകയും ചെയ്യാം. ദീർഘദൂരം സഞ്ചരിച്ചെത്തുന്ന യോട്ടുകൾ മറീനയിൽ സർവീസ് നടത്തിയാണ് യാത്ര തുടരുക. അതോടൊപ്പം ഭക്ഷണം, ജലം എന്നിങ്ങനെ അവശ്യ സാധനങ്ങൾ നിറയ്ക്കുകയും ചെയ്യാം. കോടിക്കണക്കിന് രൂപ വില വരുന്ന യോട്ടുകൾ മറീനയിലെ രസകരമായ കാഴ്ചയാണ്. ഇവിടെ വാടകയ്ക്കും യോട്ടുകൾ ലഭിക്കും. യാത്രയ്ക്കാവശ്യമായ എല്ലാ സൗകര്യങ്ങളും റിസോർട്ട് നൽകും. റെസ്റ്റോറന്റും സുവനീർ ഷോപ്പുകളും ഉൾപ്പെടുന്ന ഒരു ഭാഗവും റിസോർട്ടിൽ പ്രവർത്തിക്കുന്നുണ്ട്. പനമേനിയൻ ജൈവമേഖലയുടെ ചരിത്രം വിവരിക്കുന്ന നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയമാണ് അടുത്തത്, ബയോ മ്യൂസിയം. പനാമ മേഖലയ്ക്ക് ഒട്ടേറെ ഭൂമിശാസ്ത്രപരവും ജീവശാസ്ത്രപരവുമായ സവിശേഷതകളുണ്ട്. 2 ഭൂഖണ്ഡങ്ങൾ തമ്മിൽ ബന്ധിപ്പിക്കുന്ന കരയിടുക്ക് ആണെന്നതാണ് കാരണം. ഒരു കാലത്ത് സമുദ്രത്തിനടിയിലായിരുന്ന പ്രദേശം ഉയർന്നു വന്ന് അറ്റ്ലാന്റിക്, പസഫിക് സമുദ്രങ്ങളെ വേർതിരിക്കുകയായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ മറ്റു ഭൂഖണ്ഡ ഭാഗങ്ങളെ അപേക്ഷിച്ച് ഈ മേഖലയ്ക്ക് പ്രായം കുറവാണ്. പസഫിക് തീരത്തെ മനോഹരമായ കോസ്വേയിലാണ് മ്യൂസിയത്തിന്റെ സ്ഥാനം. മ്യൂസിയത്തിനുള്ളിലെ കാഴ്ചകൾ എന്ന പോലെ വ്യത്യസ്തമാണ് മ്യൂസിയം മന്ദിരത്തിന്റെ ദൃശ്യങ്ങളും. പല ഭാഗങ്ങളായി വേർതിരിച്ച് രൂപകൽപ്പന ചെയ്ത മേൽക്കൂരയോടുകൂടിയ നിർമ്മിതിയാണിത്. മനോഹരമായി നിറങ്ങൾ നൽകി അലങ്കരിച്ചിട്ടുള്ള കെട്ടിടം ആരും നോക്കി നിന്നു പോകുന്നത്ര മനോഹരമാണ്. ഉള്ളിൽ പല വിഭാഗങ്ങളായി ക്രമീകരിച്ചാണ് പ്രദർശനത്തിന്റെ സജ്ജീകരണം. അപൂർവമായ അറിവുകളുടെ ഒരു വലിയ ശേഖരം തന്നെയാണിത്. മാളുകൾ ഇന്നത്ര പുതുമയേറിയ കാഴ്ചയല്ല. എങ്കിലും പനാമ സിറ്റിയിലെ അൽബ്രൂക്ക് മാൾ ഒന്ന് കാണേണ്ടതുണ്ട്. ഏഷ്യയ്ക്ക് പുറത്തുള്ള മാളുകളിൽ ഏറ്റവും വലിപ്പമേറിയ മാളാണിതെന്നതാണ് കാരണം. മാളിന്റെ സജ്ജീകരണവും ആഡംബരപൂർവം തന്നെ. സമ്പന്നരെയാണ് ലക്ഷ്യം വെക്കുന്നതെന്ന് വ്യക്തം. പനാമ സിറ്റിക്ക് സമ്പന്നതയുടെയും ദാരിദ്ര്യത്തിന്റെയും 2 മുഖങ്ങളുണ്ടെന്നത് നാം കണ്ടു കഴിഞ്ഞല്ലോ. അൽബ്രൂക്ക് മാളിൽ പാവപ്പെട്ടവരെയൊന്നും കാണാനാവില്ല. എങ്കിലും ഈ മോൾ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഒരു മുതൽക്കൂട്ടാണ്. കാരണം ഈ മേഖലയിൽ ആഡംബര ഷോപ്പിംഗിന് ഇത്രയും സാധ്യതയുള്ള മറ്റു മോളുകളില്ല. സമീപ രാജ്യങ്ങളിൽ നിന്നുള്ളവർ പോലും ഷോപ്പിംഗിനായി അൽബ്രൂക്ക് മാളിൽ എത്തുന്നുണ്ട്. 1000-ലധികം ഔട്ട്ലെറ്റുകളാണ് മാളിലുള്ളത്. ലോകത്തിലെ ഏതാണ്ട് എല്ലാ ആഡംബര ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ഏത് വിഭവവും ലഭിക്കുന്ന റെസ്റ്റോറന്റുകൾ ഉൾപ്പെടുന്ന വിപുലമായ ഫുഡ് കോർട്ട്, കുട്ടികൾക്കുള്ള കളിസ്ഥലങ്ങൾ, തിയേറ്ററുകൾ എന്ന് വേണ്ട ഒരു ദിവസം ചിലവഴിക്കാൻ ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും അൽബ്രൂക്ക് മാളിൽ ലഭ്യമാണ്. മെട്രോ സ്റ്റേഷൻ, ഹൈവേയിൽ നിന്നുള്ള എൻട്രി, ബസ് സർവീസ് എന്ന് തുടങ്ങി ഗതാഗത സംവിധാനങ്ങളും പൂർണ്ണ സജ്ജം. പനാമയുടെ സാമ്പത്തിക, സാമൂഹിക പശ്ചാത്തലം വെച്ച് നോക്കുമ്പോൾ ദീർഘവീക്ഷണത്തോടെയുള്ള ഒരാശയം തന്നെയാണ് ഈ മോൾ. പനാമ കനാലിലൂടെ ലോകപ്രസിദ്ധി ആർജിച്ച പനാമ സിറ്റിയിൽ നാം ഒരു യാത്ര പൂർത്തിയാക്കി കഴിഞ്ഞു. പനാമ കനാലും വാണിജ്യ പ്രവർത്തനങ്ങളും വഴി കൈവന്ന സാമ്പത്തിക നേട്ടം ഈ പ്രദേശത്തെ വികസിത നഗരങ്ങൾക്ക് സമാനമാക്കുന്നുണ്ട്. വമ്പൻ കെട്ടിടങ്ങൾ, ഇടതിങ്ങി നിലകൊള്ളുന്ന ബിസിനസ് ഡിസ്ട്രിക്ട്, പബ്ലിക് പാർക്കുകൾ, കോസ്റ്റൽ ടൂറിസ്റ്റ് സെന്ററുകൾ എന്നിവയെല്ലാം US, യൂറോപ്യൻ നഗരങ്ങളെയാണ് ഓർമ്മിപ്പിക്കുന്നത്.